ഇത് നമ്മളെ മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്ര അല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ, നീ അത് പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ച ഊർമി. അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. നീ ആ മലപ്പുറം കത്തി ഇങ്ങോട്ട് ഇത് മജീദേ. മജീദേ, ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ, പിടിച്ചോ. എല്ലാത്തിനും തുറക്കും. 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആയിട്ട് 10 പൈസ എല്ലാം കൊടുക്കും. ആരും പോയിരിക്കില്ല. കൊണ്ടുപോ. കേട്ടോളേ, ഇന്ന് മുതൽ കുന്നത്തങ്ങാടിയിൽ നമ്മുടെ രാജ്യമാണ്. ഇന്നെല്ലാരും കൂടെ കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ ഞങ്ങൾക്ക്. മഞ്ചേരി മജീദിന്റെ കേട്ടോളേ. വാടാ. 1 2 3 4 എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6 നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാം. 4 5 6 7 7 8 എനിക്ക് തലകറങ്ങണോ? 8 7 അള്ളാഹു 2 ദിവസം 5 ദിവസം. നാടാ പിടി പിടി. 1 2 3 4 7 8 ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ആ ശൈത്താൻ ആര്? മൂരി. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസ് അസീസ് ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്ക. അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മളെ മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേ ഇതോ? അത് വേറെ സൈഡ് ബിസിനസ്. മെയിൻ ഈ കളയും കുസ്തി ഉറപ്പിക്കലുമായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം.
മഞ്ചേരിയിൽ പണ്ടൊരു കുടിവയ്പ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ കേട്ടോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടെടുക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിലെ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്ത് ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു കൂയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമായിട്ടുണ്ടോ? സീതേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് തീർത്താനി. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവാസി സിരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീന. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കുക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. മജീദ, നീ വീണോ? ഇല്ല, ഞാന് നിങ്ങൾക്ക് പുഴക്കടൻ അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. അല്ല ബഷീറേ, ഇതിപ്പോ ഇവിടെയാണ്? അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ജയിലിൽ കുവൈറ്റിന് വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട. ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാവേ. ജുബ്ബ ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ? കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ. എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി, അറബിയുടെ കുപ്പായോ? ജുബ്ബ കള കൊടുക്കണോ? അത്ര ഇതുവരെ. മതി മതി. 31. കുവൈറ്റിൽ 44 ഉണ്ടായി. പണ്ടാരട ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31ആയി. എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദക്കാണ് കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്റെ പറഞ്ഞില്ല. അതിനെ എന്നിട്ട് ഞമ്മള് പോട്ടെ. ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ്. നമ്മള് വരട്ടെ. നമ്മൾ വരച്ചാ പത്രത്തൊക്കെ നമുക്ക് അത് മൂത്താപ്പ